ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു പ്രഭാതം തന്നെയാണ് ഇന്ന്. കാരണം കുവൈറ്റിൽ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല തണുപ്പൊക്കെ കുവൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു സമയം. എന്തായാലും ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസവും നമ്മൾക്ക് ദൈവം തരുന്ന ഓരോ ദാനമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എത്രയോ പേർ ഹോസ്പിറ്റലിലായിരിക്കുന്നു, വേദനകളിലായിരിക്കുന്നു, അനേകർ മാനസികമായി സാമ്പത്തികമായി പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ദൈവം നമ്മൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇന്നൊരു ദിവസം കാണാനിടയാക്കിയത് ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പോലും കുട്ടികൾ ട്യൂഷനൊക്കെ പോയിരിക്കുന്നു, ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പോൾ ഒരു കോഫി വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി വളരെ എനർജി തരുന്ന ഒരു കോഫിയോടുകൂടെ തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കോഫി ബീറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് നല്ലൊരു കോഫി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ദിവസം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കോഫിയുമായിട്ട് എൻ്റെ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവവചനം ബൈബിളാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പ്രോവർബ്സ് വായിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വൈസസും അതിൽ കാണുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോവർബ്സിൻ്റെ ചില വേഴ്സസ് വായിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദൈവത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം ഏറ്റവും ബ്ലെസ്ഡ് ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെറുതെ ഹോളിലിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് പച്ചപ്പ് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. കുവൈറ്റിലുള്ളവർക്കറിയാം, കുവൈറ്റിൽ നമ്മൾക്ക് അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഗ്രീനറിയും കാര്യങ്ങളൊന്നും നമ്മൾക്ക് അത്രയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഗ്രീനറി എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ നാച്ചുറൽ ലൈറ്റ് ഒരുപാട് കിട്ടുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ നല്ല സന്തോഷകരമായ, പിന്നെ അത് മാത്രവുമല്ല നമ്മൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയാൻ എനിക്ക് പ്രത്യേകം പറ്റുന്നുണ്ട്. അതുമാത്രവുമല്ല, ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ ആകുലപ്പെടാറുമില്ല. അങ്ങനെ ബാൽക്കണിയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. തിരക്കിട്ട് ആളുകൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. പിന്നെ അല്പം ചിയ സീഡ്സ് ഞാൻ സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ഡേ ഇത് കുറേശ്ശെ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിങ്ങനെ സോക്ക് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വീണ്ടും വീണ്ടും കുടിക്കാറാണ് പതിവ്. നിങ്ങളെങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ചിയ സീഡ്സ് നമ്മളെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ധാരാളമുള്ള ഒരു സംഭവമാണ്. അതിങ്ങനെ സോക്ക് ചെയ്ത് വരുമ്പോൾ താഴേക്ക് അത് സിങ്ക് ഡൗൺ ചെയ്തിങ്ങനെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾക്കിത് കുടിക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, എങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന റെഡ് ചോളം എന്ന് പറയുന്ന സംഭവം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു മില്ലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സോക്ക് ചെയ്ത് അതിൻ്റെ കൂടെ മറ്റ് ചില മില്ലറ്റ്സും അതുപോലെ ഉഴുന്നും എല്ലാം ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന സംഭവമാണിത്. ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. മില്ലറ്റ്സും അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉഴുന്ന്, പിന്നെ ചെറുപയർ പരിപ്പ്, അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനമുണ്ടെങ്കിലും സോക്ക് ചെയ്ത് അല്പം ഉലുവയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് പുളിപ്പിക്കുകയൊന്നും വേണ്ട. അതങ്ങനെ തന്നെ നമുക്ക് അപ്പം തന്നെ ദോശയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് നേരത്തെ ഞാൻ അത് അരച്ച് വെച്ചിരുന്നതാണ്. നിങ്ങളെ റെഡ് ചോളം ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതെന്ന് മാത്രം. എന്തായാലും രാവിലെ അതിന് വേണ്ടിയിട്ടൊരു ദോശ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിരിക്കാം. ഞാനിന്നിവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നമ്മളുടെ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്പം ബട്ടർ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തൂക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന, വളരെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഇവിടെ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾക്ക് കുറച്ച് സമയം പേഴ്സണലായിട്ട് സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശ നമ്മളുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന ദോശ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റി എന്നതിനേക്കാൾ ഉപരി വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ രാവിലെ തന്നെ ഒരുപാട് മസാലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില്ലിയോ ഒന്നും കഴിക്കാണ്ട് തന്നെ
വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണിത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഒരു ബുൾസൈ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ബുൾസൈയുടെ ഷേപ്പ് പോയി. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്കൊന്നും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ നമ്മൾ ഹെൽത്തൊക്കെ നോക്കാൻ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ നോക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ കിട്ടുമോ എന്നറിയത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടെന്നതാണ് ഞാൻ കാണിച്ച് റെഡ് ചോളം എന്ന് പറഞ്ഞ ആ മില്ലറ്റ്. എന്തായാലും ഞാനത് പാനിൽ നിന്നും നമ്മളുടെ ദോശയുടെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ വേണമെന്നില്ല. ഇത് കഴിച്ചാൽ തന്നെ നമ്മൾക്കൊരു 12 വരെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കാം. അതിനുശേഷം ഞാൻ അല്പം ഗ്രേപ്സ് ഇങ്ങനെ സോക്ക് ചെയ്തിട്ടുണ്ട്. അല്പം അനീമിക്കൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസും ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.